ഇതെൻ്റെ കൂടെയുള്ള മാർക്ക്. അവൻ ലാസ്റ്റ് നൈറ്റ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഗോഡ് ബിരിയാണി കഴിച്ചതിൻ്റെ വിശേഷം എൻ്റെ അടുത്ത് പറയാം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്ന് എന്നെ കാണിച്ചു തരിക. അവൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് അല്ലേ, നമ്മളൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ടെന്ന് അവൻ വിചാരിക്കണേ. അപ്പോൾ ഹലോ, നമുക്ക് അടുത്ത ദാരിദ്ര്യം കേട്ടാലോ. സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ വന്നിട്ട് 3 പ്രാവശ്യമാണ് ഞാൻ ആകെപ്പാടെ ഒരു സിറ്റ് ഡൗൺ റെസ്റ്റോറൻറ്റിൽ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വിട്, സിറ്റ് ഡൗൺ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എനിക്കതിന് കാരണമുണ്ടെന്നേ, നല്ല പൈസയുണ്ട് അവിടെ. എനിക്ക് മനസ്സിലാവില്ല ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി എങ്ങനെയാണ് കഴിക്കണേന്ന്. അവന് എന്നെയും വെച്ച് നോക്കുമ്പോൾ ഞാനാ കാശുകാരി, അവനേക്കാൾ 50 പൈസ കൂടുതൽ എനിക്കുണ്ട് മണിക്കൂറിന്. എൻ്റെ ഒരു റൊട്ടീൻ ഇതുപോലെ വീക്കെൻഡിൽ ഈ കണ്ട ഭയങ്കര വലിയ റെസ്റ്റോ ബാറിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ വെറുതെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിട്ട് $7 ഉള്ളിൽ 2 പേർക്ക് കിട്ടുകയാണെങ്കിൽ 2 പേർക്ക് കഴിക്കും. അങ്ങനെ കഴിച്ച് പോരാണ് ഞാൻ ചെയ്യാറ്. അതേ ഇന്നത്തെ സ്ഥിതിയിൽ എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ പോട്ടെ, ഇന്ത്യനൊക്കെ ഭയങ്കര കത്തിയ, സാധാ സിറ്റ് ഡൗൺ റെസ്റ്റോറൻറ്റിൽ പോകാൻ പോലും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 3 പ്രാവശ്യം പോയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആദ്യത്തെ പ്രാവശ്യം ഈ നാട്ടിൽ വന്ന കുന്തളിപ്പിൽ ഇവിടുത്തെ ഒരു കാര്യം അറിയാത്തതുകൊണ്ട് പോയി പെട്ടതാ. രണ്ടാമത്തെ എന്നെ ജോലിയിൽ നിന്ന് കൊണ്ടുപോയതാ, അത് മാനേജറുടെ ചിലവായിരുന്നു. മുക്കുമിട്ടത്തെന്ന് ആമ്പക്കും വിട്ട് ഞാൻ പോന്നു. പിന്നെ 3ാമത്തെ അത് ഞാൻ പെട്ടുപോയതായിരുന്നു. ജോലിയിൽ എൻ്റെ അടുത്തൊരു ദിവസം ചോദിച്ചു, ഇന്നെന്താ പരിപാടി? ഒരു ഫ്രൈഡേ നൈറ്റായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു പരിപാടിയില്ല, അന്ന് നമുക്ക് പോയാലോ. ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കി, പറ്റിയില്ല. എനിക്കറിയായിരുന്നു ഇവർ വെറുതെ എന്നെ പോലെ നടക്കാൻ പോകണമല്ല. അവർ ഏതെങ്കിലും ഫാൻസി റെസ്റ്റോറൻറ്റിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോയി സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യാൻ പോകണവരാ. എന്നിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട മെനുന്ന് $15 ഒരു സ്റ്റാർട്ടറും പച്ചവെള്ളവും ഞാൻ കുടിച്ചു. ആ $15 എനിക്ക് കൂടുതലായിരുന്നു. അവരൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിച്ച് ലാസ്റ്റ് ബില്ല് വന്നു $200. അത് വളരെ ജനറസ് ആയിട്ടുള്ള ഒരുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ മതി, അടുത്ത പ്രാവശ്യം അവരെന്നെ വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് നടക്കാൻ. ഞാൻ അവൾക്ക് എങ്ങനെ $200 എടുത്ത് കൊടുക്കാൻ തോന്നിയെന്ന് എനിക്കറിയാൻ പാടില്ല. അവൾക്ക് എന്നെക്കാളും 50 പൈസ കൂടുതലുള്ള സാലറി. ചിലപ്പോൾ തോന്നും ഇവിടെ വന്നോണ്ട് അങ്ങനെ ദാരിദ്ര്യം പിടിച്ച് പോയെന്ന്. എന്താ വെച്ചാൽ നാട്ടിൽ വെച്ചിട്ട് നമ്മുടെ അറേബ്യൻ ഗ്രില്ല്, ആലിബാബ, ഹാവോമിങ് അങ്ങനെ തൃശ്ശൂരുള്ള ഒട്ടുമിക്ക സ്ഥലത്തൊന്നും മൂക്ക് മുട്ടത്തൊന്ന് ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്ത് ജീവിച്ചിരുന്ന. എന്താ അല്ലേ.